السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും സ്നേഹവും ബഹുമാനും ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നമ്മുടെ യുവാക്കൾ, അത് സ്ത്രീയാവട്ടെ, ആൺകുട്ടികളാവട്ടെ, പെൺകുട്ടികളാവട്ടെ, പ്രായമെത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിൻ്റെ വിഷയത്തെ സംബന്ധിച്ചാണ്. വിവാഹം കഴിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങൾ ഏതാണ്? നിക്കാഹിന് ഏറ്റവും പറ്റിയ, ഏറ്റവും പ്രത്യേകമായ സുന്നത്തുള്ള മാസങ്ങളുണ്ടോ ഇല്ലേ? നാം അത് മനസ്സിലാക്കണം. ഇപ്പോൾ കൂടുതലായി വിവാഹം നിക്കാഹ് കഴിക്കുന്നത് ഏത് മാസത്തിലാണ്? ഭൂരിപക്ഷം കാണുന്നത് ശവ്വാലിലാണ്, സഫറിലാണ് കൂടുതലായി നിക്കാഹ് ചടങ്ങ്, അതാ കല്യാണ നിക്കാഹൊക്കെ നടക്കുന്നത് കാണുന്നത്. മറ്റുള്ള മാസത്തിലില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് കാണുന്നത്. എന്തേ കാരണം? ശവ്വാലിൽ റമദാൻ കഴിഞ്ഞപ്പോൾ പിന്നെ കഴിഞ്ഞ ഉടനെ ഒന്ന് മാറ്റിയിട്ട് വേഗം ശവ്വാലിലേക്ക് പോയിട്ട് അവിടെ കല്യാണം കഴിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടാണോ? എന്തുകൊണ്ടാണ് ശവ്വാലിലും സഫറിലും മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ കൂടുതലായി നിക്കാഹിൻ്റെ ചടങ്ങുകൾ, കല്യാണത്തിൻ്റെ ചടങ്ങ് നടത്താൻ കാരണം? ഉണ്ട്, എല്ലാ ദിവസവും എല്ലാ മാസങ്ങളിലും നിക്കാഹ് നടത്താം, അതിൽ വിരോധവുമില്ല, അതിൽ തെറ്റുമില്ല. എപ്പോൾ നിക്കാഹ് കഴിക്കുന്നുണ്ട്, വിരോധവുമില്ല. പക്ഷേ നിക്കാഹ് കഴിക്കുന്നതിൽ നിക്കാഹ് സുന്നത്താണ്. ആ സുന്നത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുള്ള മാസങ്ങളുണ്ട്. ആ മാസങ്ങൾ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ശവ്വാലിലും സഫറിലും ആളുകൾ കൂടുതലായി നിക്കാഹ് കഴിക്കാൻ വേണ്ടി വരുന്നത്? അതിന് കാരണമുണ്ട്. ശവ്വാലില് നിക്കാഹ് കഴിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകമായ സുന്നത്തുള്ള മാസം രണ്ടുണ്ട്. ഒന്ന് ശവ്വാലുമുണ്ട്, സഫറുമുണ്ട്. ശവ്വാലും സഫറിലും മാത്രം നിക്കാഹ് കഴിക്കൽ ഏറ്റവും പ്രത്യേകമായ സുന്നത്ത് എന്ന് പറയാൻ കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ശവ്വാല് നിക്കാഹ് കഴിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് എന്ന് പറയാൻ കാരണം? അതേ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതേ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്ത് ശവ്വാൽ മാസത്തിലാണ്. തസവ്വജിനി സല്ലല്ലാഹു അലൈഹി ഫി ശവ്വാൽ, ശവ്വാൽ മാസത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹു റസൂൽ നിക്കാഹ് ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ നിക്കാഹ് ചെയ്ത് ശവ്വാലിലാണ്. അതുകൊണ്ടാണ് ശവ്വാലിന് പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിക്കാഹ് ഏത് ദിവസവും ഏത് മാസത്തിലും കഴിക്കുന്നുണ്ട്, വിരോധമില്ല. ഏത് സമയത്തും കഴിക്കാൻ വിരോധമില്ല. പക്ഷേ ഈ ശവ്വാൽ എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തത് ശവ്വാലായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിക്കാഹ് ചെയ്ത് ശവ്വാലായതുകൊണ്ട് അതിന് പ്രത്യേകമായ സുന്നത്ത് എന്ന് പറയാൻ കാരണം. ഇത് സഫറിലും പ്രത്യേകമായ സുന്നത്ത് ഉണ്ട് എന്ന് പറയാൻ കാണാം. എന്തുകൊണ്ടാണ്? അവിടെയും അങ്ങനെ തന്നെയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റസൂലുള്ളാഹിയുടെ മകളാകുന്ന ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത് നിക്കാഹ് നടത്തി കൊടുത്തതോ ആരിക്കാണ്? ഇബ്നത്തുവതാണ് അവിടുത്തെ മകളുടെ വിവാഹം ചെയ്തു. അലി റളിയല്ലാഹു അൻഹുക്ക് വിവാഹം ചെയ്തു കൊടുത്ത മാസമാണ്. അപ്പം അലിയാർ തങ്ങൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുത്തത് റസൂലയുടെ മകളാകുന്ന ഫാത്തിമ ബീബിയെ, അത് സഫറിലാണ് നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം റസൂലുള്ളാഹിയുടെ മകളാകുന്ന ഫാത്തിമ ബീബിയെ സഫറിലാണ് വിവാഹം ചെയ്ത് കൊടുത്തിട്ടുള്ളത്, നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ മാസത്തിലും പ്രത്യേകം സുന്നത്ത് എന്ന് പറയാൻ കാരണം. അപ്പം ഈ 2 മാസത്തിൽ നിക്കാഹ് ചെയ്യൽ ഏറ്റവും സുന്നത്തുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂൽ വിവാഹം ചെയ്ത് ശവ്വാലാണ്. രണ്ടാമത്തെ സഫർ എന്ന് പറയാൻ കാരണം റസൂലുള്ളാഹിയുടെ മകളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത് സഫറിലായതുകൊണ്ടാണ്.
ഇരിക്കട്ടെ. രണ്ടിലും പ്രത്യേകമായ സുന്നത്തുണ്ട്. നിക്കാഹ് ചെയ്യൽ നിക്കാഹ് നടത്തൽ എന്നതാണ്. മറ്റുള്ള മാസത്തിൽ നിക്കാഹ് നടത്തുന്നുണ്ട്, വിരോധമില്ല, സുന്നത്ത് തന്നെയാണ്. ആ ചില ആളുകൾ പറയുന്നു നാളെ നിക്കാഹ് ഉണ്ട് ഉസ്താദിൻ, നാളെ നടത്തണ്ട, നാളെ എന്താണ് നെസ്സാണ്, നെസ് നിക്കാഹ്. അങ്ങനൊന്നും മതപരമായ കാര്യത്തിന് വേണ്ടി അവിടെ സ്റ്റേ ചെയ്യേണ്ടതില്ല, നിക്കാഹ് നടത്താം. അതൊക്കെ കിതാബിൽ പറയുന്നുണ്ട്. അവിടെ ഒന്നുമില്ല നെസ് എന്ന് പറഞ്ഞിട്ട് അന്ന് നിക്കാഹ് കഴിക്കുമ്പോൾ അതിനെ സ്റ്റോപ്പ് ആക്കിയിട്ട് അന്ന് ചെയ്യാൻ പാടില്ല, അന്ന് നിക്കാഹ് ചടങ്ങ് മതപരമായി ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നുമില്ല, നെസ് നോക്കേണ്ടതില്ല, കഴിക്കാം. അതൊക്കെ അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നെസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിവാഹത്തെ തടസ്സം ചെയ്യുക, നിക്കാഹിനെ അവിടെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് പാടില്ല. ഏത് സമയത്തും എപ്പോഴും നിക്കാഹ് ചെയ്തു കൊടുക്കാം. വലിയ കാര്യമല്ലേ നിക്കാഹ് ചെയ്തു കൊടുക്കുക എന്നുള്ളത്? വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമല്ലേ? അതുകൊണ്ട് എല്ലാ ദിവസവും നിക്കാഹ് ചെയ്തു കൊടുക്കുന്നുണ്ട്, വിരോധമില്ല. ഈ 2 മാസത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായത് കൊണ്ടാണ് ഈ 2 മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകമായ സുന്നത്ത് എന്ന് പറയാൻ കാരണം. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തതും പിന്നെ റസൂലുള്ളാഹിന്റെ മകളാകുന്ന ഫാത്തിമയെ വിവാഹം ചെയ്ത് ഈ 2 മാസമാണ് ഷവ്വാൽ സഫറിൽ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ, വിവാഹം നടത്തുന്ന വിഷയങ്ങൾ, നിക്കാഹിൻ്റെ വിഷയങ്ങൾ നമ്മൾ എന്തൊക്കെയോ ആർഭാട് നടത്തുകയാണ്. ഭക്ഷണമൊക്കെ എന്താ, അതിലൊക്കെ നീ ഇപ്പോൾ കിടക്കല്ല, എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിക്കാഹാണ് ഏറ്റവും പുണ്യമായ കർമ്മം. ആ നിക്കാഹ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന ആ തബറുക്ക്, അവിടുത്തെ ബറക്കത്ത് അതായിരിക്കണം. അല്ലാഹു റസൂലിൻ്റെ കാലത്തൊക്കെ നിക്കാഹിൻ്റെ ചടങ്ങിൽ കൊടുത്തെന്താണ്, കാരക്ക ഇത്തപ്പാക്ക് അങ്ങനെയാണ് കൊടുത്തത്, അങ്ങനെയാണ് കുറച്ച് ഭക്ഷണമൊക്കെ ഇതൊക്കെ കൊടുത്തത്. നമ്മളിപ്പോൾ അന്ന് ഇപ്പോൾ ഈത്തപ്പായും കാരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് കിട്ടലില്ലല്ലോ, തോനെ കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളെന്താണ് വലിയ മന്തിയും അതുപോലെ ബിരിയാണിയൊക്കെ വെക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിർ കടന്നു പോകാൻ പാടില്ല. എന്തും വെച്ച് കൊടുക്കുന്നുണ്ട്, വിരോധമില്ല. അതിർ കടന്നിട്ട് വേസ്റ്റാക്കി ചാടുന്ന ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അള്ളാഹു തന്നെ ഇഷ്ടപ്പെടുകയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടില്ല. ഒന്നും വേസ്റ്റാക്കി കളയുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ എല്ലാം അള്ളാഹു താല ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹു നല്ലത് ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം കൊടുക്കുക ഏറ്റവും മുന്നേയുള്ള കാര്യമാണ്, വെള്ളം കൊടുക്കുക ഏറ്റവും മുന്നേയുള്ള കാര്യമാണ്. ഒന്നും വേസ്റ്റാക്കാൻ പാടില്ല. അവർക്ക് എത്ര ഭക്ഷണം വേണം കൊടുത്തോളൂ, വിരോധമില്ല. അതിൻ്റെ പേരിൽ എത്ര വേസ്റ്റുകളാണ് ഇപ്പോൾ. ഭക്ഷണം കഴിച്ചതിനേക്കാൾ ഏറെ വേസ്റ്റ് നമ്മളിപ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ അവിടെ അതിൻ്റെയൊക്കെ വേസ്റ്റ് തട്ടുന്ന സ്ഥലം നോക്കിയാൽ നമ്മൾ തന്നെ നെട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് വളരെ അത് ഇട്ട് കൊടുക്കുന്നവരും ശ്രദ്ധിക്കണം, കുറച്ച് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചു കൊടുത്തിട്ട് അവർക്ക് വേണ്ടതവർ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്താവില്ല, വേസ്റ്റാകാൻ സാധ്യത വളരെ കുറവാണ്. അതൊക്കെ നമ്മളിൽ നിന്ന് വരുന്ന ഫാൾട്ടുകളാണ്. അതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് യുവാക്കൾക്കും അതുപോലെ എല്ലാ ചെറുപ്പക്കാർക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രായമെത്തുമ്പോൾ നല്ല ഇണകളെ അല്ലാഹു തആല നൽകി നല്ല ഹലാലായ മാർഗത്തിലൂടെ തന്നെ അവർക്ക് ബന്ധപ്പെടാൻ അല്ലാഹു അതിനുള്ള വഴികൾ എളുപ്പമാക്കട്ടെ. ഹറാമായ മാർഗത്തിലൂടെ പോകാതെ ഹലാലായ മാർഗത്തിലൂടെ ഇണകളായി പോകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും, വിവാഹം കഴിക്കാത്തവർക്കൊക്കെ നല്ല ഇണകൾ അല്ലാഹു സാലിയത്തായ പെൺകുട്ടികളെ ആൺകുട്ടികൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.